എൻ്റെ പേര് ജിതേഷ് തമ്പാൻ, SY സിവിൽ. എൻ്റെ ചോദ്യം, സാനിയ മിർസയുടെ ഡ്രസ്സിംഗ് എന്തിനാണ് ഇത്രയും വിവാദമാക്കുന്നത്? സാനിയ മിർസയുടെ വസ്ത്രം എന്തുകൊണ്ടാണ് വിവാദമാകുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം, ജിതേഷിനെ പോലുള്ള ആളുകൾ അത് ചോദിക്കുന്നത് കൊണ്ട് തന്നെയാണ്. കയ്യടിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഇടക്കൊരു തമാശ നല്ല ആളുകളൊക്കെ ഞാൻ പറഞ്ഞാണ്, സീരിയസ് ആയിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്, എന്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടിയെ നാം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആലോചിക്കേണ്ടത്. എവിടേക്കാണ് നമ്മുടെ സംസ്കാരം പോകുന്നത്? നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് എന്താ? ഇത് ഒരു കേവലം ഇന്ത്യക്കാരെ നിങ്ങൾ സാനിയ മിർസമാരാവുക, അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് പൊതുവെ പറയുന്നത് നിങ്ങൾക്ക് സാനിയ മിർസയെങ്കിലും ആയിക്കൂടെ? എന്താണ്, നിങ്ങൾ നമസ്കരിച്ചോളൂ, നിസ്കരിക്കുമ്പോൾ പടച്ചവന്റെ മുന്നിൽ നിങ്ങൾ എല്ലാം മറച്ചോളൂ, പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ മറക്കാതെ നിന്നൂടെ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതുതന്നെയാണ് പ്രശ്നം. ഇവിടെ എന്താന്ന് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അത് പ്രത്യേകിച്ചും സ്ത്രീ സമൂഹം മനസ്സിലാക്കുക. ഏത് സമൂഹത്തിലാണെങ്കിലും ചരിത്രത്തിൽ നിങ്ങൾ എടുത്തു നോക്കുക, സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്നത് മുഴുവനും അവരെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ്. ഒരിക്കലും ഇതാ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ ചൂഷണം ചെയ്തിട്ടില്ല. ഇന്നത്തെ സ്ത്രീകളുടെ ഏറ്റവും വലിയ സ്ത്രീ ചൂഷണത്തിന്റെ ഉപാധി എന്താ? സ്ത്രീധനല്ലേ? പറയാതിരിക്കാൻ പറ്റുമോ? ഇന്ന് എങ്ങനെയാണ് അവരത് ചൂഷണം ചെയ്യുന്നത്? സ്ത്രീധനത്തിന് വേണ്ടി വാദിക്കുന്നവരായി പെൺകുട്ടികളെ മാറ്റിയെടുക്കുവാൻ വേണ്ടി തന്നെ നമ്മുടെ ജ്വല്ലറികളുടെ പരസ്യം കടന്നു വരുന്നു. അപ്പോ ഏത് സമൂഹത്തിലാണെങ്കിലും നിങ്ങൾ നോക്കുക, സ്ത്രീകളെ ചൂഷണം ചെയ്തിരുന്നത് സ്ത്രീകളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ്. സതി ഇന്ത്യയിൽ നിലനിന്നിരുന്ന സ്ത്രീ ചൂഷണത്തിൽ ഉപാധിയാണെന്ന് ഇന്ന് ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല. എന്നാൽ സതി എങ്ങനെയായിരുന്നു അനുഷ്ഠിച്ചിരുന്നത്? രജപുത്ര സ്ത്രീകളോട് സതീദേവികളാകുവാൻ ആഹ്വാനം ചെയ്തത് അവർ ദേവികളാണെന്ന് പറഞ്ഞിട്ടാണ്. ദേവികളായി അവർ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ദേവദാസി സമ്പ്രദായം, ദേവദാസിമാരാണ് അവർ എന്നാണ്, അവർക്ക് സ്ഥാനമായിരുന്നു. മോഹിനിമാരാണ് അവർ, അവർക്ക് സ്ഥാനമായിരുന്നു സമൂഹത്തിൽ. എന്തിനു വേണ്ടിയായിരുന്നു അത് ആ സ്ഥാനം കൊടുത്തത്? ബ്രാഹ്മണന്മാരുടെ മുന്നിൽ അവരഴിഞ്ഞാടണം, അതിനു വേണ്ടി. അതിന് മതപരമായ ചായ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ്. ഏതായാലും കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു അവസ്ഥയാണല്ലോ അത്. ഏത് സമൂഹത്തിലും പെണ്ണ് ചൂഷണം ചെയ്യപ്പെട്ടത് അവളെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ടാണ്. ഇന്ന് നാം സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? അവരെ വിഗ്രഹവൽക്കരിച്ചിട്ട്. നമുക്ക് ആദ്യം പറയുന്നു, ഇതാ സാനിയ മിർസ, ഇതാ നിങ്ങൾക്ക് അവളെ പോലെയാകാം. അതിനെന്ത് വേണം? അതിന് നിങ്ങൾ ലക്സ് സോപ്പ് തേക്കണം, അതിന് നിങ്ങൾ ഫെയർ ആൻഡ് ലവ്ലി തേച്ചേ പറ്റൂ. എന്താ കാരണം? സാനിയ മിർസയെ കാണുമ്പോൾ ആയിരക്കണക്കിന് പുരുഷന്മാർ ഹരത്തോടുകൂടി ഹീറോയിനായി അവളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് അവളാവേണ്ടേ? നിങ്ങൾക്ക് പുരുഷന്മാരുടെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കണ്ടേ? നിങ്ങളെ കാണുമ്പോഴും അവർ ആർത്തട്ടഹസിക്കണ്ടേ? നിങ്ങൾക്കാകാം. നിങ്ങൾ സോപ്പ് തേച്ചോളൂ, നീ ഈ ക്രീം തേച്ചോളൂ, ഈ ലിപ്സ്റ്റിക് തേച്ചോളൂ. ഇങ്ങനെയാണ് ഇന്ന് ഗ്ലോബലൈസേഷന്റെ, ഇന്ന് മാർക്കറ്റിംഗിന്റെ രംഗത്ത് സ്ത്രീ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ. അതിന് നമ്മൾ ഓരോ തലങ്ങൾ ഉണ്ടാക്കുന്നു. ഇതാണ് നടക്കുന്നത്. പിന്നെ സാനിയ മിർസന്റെ വസ്ത്രം എന്നുള്ളത് അവര് സ്വീകരിച്ചിരുന്ന തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സ്വീകരിക്കുന്ന ഒരു വസ്ത്രധാരണ. അതിന് മതഛായ നൽകുമ്പോഴാണ് അത് വിമർശിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും അത് വിമർശിക്കാൻ നടക്കുന്ന പ്രശ്നമുണ്ടോ? അവൾ പൂർണ്ണമായ മുസ്ലിമാണ് എന്ന് അവകാശപ്പെടുകയും അവൾ സ്വീകരിക്കുന്നത് ഇസ്ലാമാണ് എന്ന് പറയുകയും അവൾ ഇസ്ലാമിന്റെ പേരിൽ പലർക്കും ടിവിയിലും മറ്റും അഭിമുഖം നൽകുകയും ഞാനൊരു 100% മുസ്ലിമാണ് എന്ന് വാദിക്കുകയും ചെയ്യുകയും ഈ വസ്ത്രം അവളുടെ ഐഡന്റിറ്റിയായി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങൾ അത് വിമർശിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണ് എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ സ്റ്റെഫി ഗ്രഫിനെ പോലെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ വനിതകളെ പോലെയോ ഒരു ഇന്ത്യൻ വനിത എന്നൊരു തലമായിരുന്നെങ്കിൽ മുസ്ലിം ലോകത്തിൽ നിന്ന് വിമർശനത്തിന്റെ തലം വരുമായിരുന്നില്ല എന്നുള്ളതാണ്.